ഹായ് നമസ്കാരം, ബിജുവാനെ കണ്ടുവരുന്നത്. നമുക്കൊരു ഇനോവ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവര് ഫോണിന്റെ പണിയെടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. കാരണം ഫോൺ അടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പണിക്ക് വേണ്ടി അവർ കൊടുത്തതാണ്. പക്ഷെ അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പൊ നമ്മള് ഇതിന്റെ ലൈനും ഫ്യൂസും ഒക്കെ ചെക്ക് ചെയ്തു, നോക്കി വന്ന് ഇലക്ട്രിക് പരമായി നോക്കി വന്ന സമയത്ത് ഇവര് പറഞ്ഞു ഇതിന് ശേഷം റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഫ്യൂസൊക്കെ ചെക്ക് ചെയ്ത് ഫ്യൂസിലൊന്നും കംപ്ലൈന്റ് കാണുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു. കാരണം ഇതിന്റെ ഫ്യൂസ് കത്തിയിട്ട് കണ്ടു. ഇവിടുന്ന് ഇവിടത്തേക്ക് ലിങ്ക് സോൾവ് ചെയ്തിട്ട് കണ്ടു. അപ്പൊ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പം ഈ ഇതിലേക്ക് സപ്ലൈ വരില്ല, ഈ ഫ്യൂസിലേക്ക് സപ്ലൈ വരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൽക്കാലം ചെക്ക് ചെയ്യാൻ ഒരു ലൈൻ എടുത്ത് ഇപ്പുറം കൊടുത്തപ്പോൾ ACC അതായത് സെറ്റ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതൊക്കെ വർക്ക് ചെയ്തു. പക്ഷെ വണ്ടി സ്റ്റാർട്ടായില്ല. വണ്ടി സ്റ്റാർട്ടാകത്തെന്ന് പറഞ്ഞാൽ ഇതിൽ പമ്പിന്റെ റെഗുലേറ്റർ കൺട്രോൾ സ്വിച്ചിലേക്ക് കറണ്ട് വരുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വന്നതാണ്. പമ്പിന്റെ റെഗുലേറ്റർ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കറണ്ട് വരുന്നില്ല. സ്കാൻ ചെയ്യുമ്പോൾ സാധാരണ ഇമ്മോബിലൈസർ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നം വന്നാലാണ് ആ പ്രോബ്ലം കാണിക്കുക. പക്ഷെ സ്കാനിങ്ങിലൊന്നും നോ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് വന്നപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ, അതായത് ഇമ്മോബിലൈസറിലേക്ക് പോകുന്ന ലൈനിൽ പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൂടാതെ ECM കംപ്ലൈന്റ്, അതിന്റെ ECM കംപ്ലൈന്റ് വന്നു. അപ്പൊ നമുക്കത് ECM ഒന്ന് അഴിച്ച് റിപ്പയർ ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് ECM അഴിക്കാം. അപ്പോൾ നമ്മൾ ECM അഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. കാരണം ECMലാണ് ഇപ്പം വണ്ടി തീരെ സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പം നമുക്ക് ECMൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ECM ഓപ്പൺ ആക്കി. ബോർഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബോർഡൊന്ന് ഇട്ടിട്ട് സ്റ്റാർട്ടാക്കി നോക്കാം. ECM കുത്തിയിട്ടുണ്ട്. ECM കണ്ടാക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുമ്പോൾ ഇപ്പൊ നോയ്സ് ഫോൾട്ട് കൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പൊ ഓക്കെ, സക്സസ്ഫുൾ ആണ്. ഇത് ചെറിയൊരു അശ്രദ്ധ മൂലം പറ്റിയതാണ് ഇതിന്റെ സംഭവം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് കസ്റ്റമർ അത്രക്കും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പതുക്കെ നോക്കി നല്ല വൃത്തിയായി ചെയ്യാൻ പറ്റും. അപ്പം ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു, ബൈ.